തിരിച്ചെത്താം. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പ്രവീൺകുമാർ, പ്രതിപക്ഷ നേതാവ് പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയുന്നു, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള രീതിയിൽ. തീർച്ചയായും ഈ ഒരു പരാമർശം ഡി സി സി സംഘടിപ്പിച്ചൊരു വേദിയിലായിരുന്നു. നിങ്ങൾ ഏത് വിധത്തിലാണ് ഈ ഒരു പരാമർശം അവിടെ നിന്ന് കേട്ടത്? അതായത് ഞങ്ങളുടെ പരിപാടിയുടെ ലക്ഷ്യം വളരെ വിശാലമായിരുന്നു. CPM വർഗീയ ധ്രുവീകരണത്തിനായി ശ്രമിക്കുന്ന വടകരയെ അതിനെതിരെയുള്ള ശക്തമായ സന്ദേശമോർത്തായിരുന്നു ഞങ്ങളുടെ പരിപാടി. വടകരയെ മതേതരത്വത്തിന്റെ വിളനിലമായി തന്നെ കാസൂക്ഷിക്കാനുള്ള വലിയൊരു ക്യാമ്പയിന്റെ തുടക്കമായിരുന്നു ഞങ്ങളുടെ പരിപാടി. ആ പരിപാടിയിലാണ് ഈ നേതാവിന്റെ അപ്രതീക്ഷിതമായ ഒരു പരാമർശം ഉണ്ടായത്. അത് ദൗർഭാഗ്യകരമായി പോയത് മാത്രമല്ല, അനുചിതവും ഒരിക്കലും പാടില്ലാത്തതുമായിരുന്നു. അത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, പൂർണ്ണമായും അതിനെ തള്ളിപ്പറയുന്നു. എന്നാൽ അതേപോലെ തന്നെ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും UDF നേതൃത്വവും അത് തള്ളിപ്പറയണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ ആ സ്ലിപ്പ് ഓഫ് ടങ്ങിനെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ശ്രീ ഹരിഹരൻ. അത് പൂർണ്ണമായും സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. കാരണം വടകരയിൽ ഇത്തരം ഒരു പതിവ് ഇടതുപക്ഷക്കാർക്കോ മറ്റു പാർട്ടിക്കാർക്കോ ഇല്ല. KK രമയെ അപകീർത്തിപ്പെടുത്തിയപ്പോഴും വടകരയിലെ സ്ത്രീകളെ മുഴുവൻ വെണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ് ജയരാജൻ പോഷിട്ടപ്പോഴും അതൊന്നും തിരുത്താനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറാത്ത ഇടതുപക്ഷങ്ങളുള്ള നാട്ടിലാണ് ഹരിഹരന്റെ ഈ ഖേദപ്രകടനമെന്ന് എടുത്തു പറയിക്കുന്നു എന്ന് കരുതി ഹരിഹരനെ ന്യായീകരിക്കുകയല്ല. മാത്രമല്ല, ഈ സംഘാടകർ UDF ആയിരുന്ന സംഘാടകർ, UDFിന്റെ പ്രമുഖ കക്ഷിയായ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്ന വിനീതനായ ഞാൻ ഈ പരാമർശം കൊണ്ട് ഏതെങ്കിലും സഹോദരിമാരുടെ മനസ്സ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നിർവാചകം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ലിപ്പ് ഓഫ് ടങ്ങിന് ഇതിലപ്പുറം എന്ത് പരിഹാരമാണ് കേരളീയ സമൂഹം പ്രതീക്ഷിക്കുന്നത്? ഈ ഒരു സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയുന്നു, അങ്ങനെ ഒരു നാക്കുപിഴ ആണ് എന്ന് അംഗീകരിക്കാൻ പൊതുസമൂഹം തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇത്തരം മുതിർന്ന ഒരു നേതാവാണ് ഇത്തരത്തിൽ രണ്ട് വ്യക്തികളെ ചേർത്ത് നിർത്തി ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത്. ഇത് അങ്ങനെ ഒരു നാക്കുപിഴ എന്ന് അംഗീകരിക്കുമോ കോൺഗ്രസും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഏത് പിഴയായാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സ്ലിപ്പ് ഓഫ് ടങ് ആണെന്ന്. അത് ആരെയും ഉദ്ദേശിച്ചതല്ല, വേദനിപ്പിക്കുന്നവരെന്നു. ഞാൻ പറയട്ടെ, അബദ്ധവശാൽ സംഭവിക്കുന്ന ഈ വാക്മൊഴികൾ ഖേദപ്രകടനത്തിലൂടെ തിരുത്തിയ പാരമ്പര്യമല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. അതുപോലെ അതിലപ്പുറത്ത് എന്താണ് വേണ്ടത്? ഈ പരാമർശം നടത്തിയ വ്യക്തി ഖേദം പ്രകടിപ്പിക്കുന്നു, സംഘാടകർ ഖേദം പ്രകടിപ്പിക്കുന്നു, അതിന്റെ സംഘാടകരായ UDFിന്റെ ചെയർമാൻ പ്രസ്താവന ഇറക്കുന്നു, ഈ പരാമർശം നടത്തിയ വ്യക്തിയുടെ പാർട്ടി തള്ളിപ്പറയുന്നു. ഇതിനപ്പുറത്ത് എന്താണ് പ്രതീക്ഷിക്കുന്നത് കേരളീയ സമൂഹം? അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ പരാമർശം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണോ? 100% ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. കാരണം ഒരു തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. ആ തെറ്റുകൾ ഏറ്റുപറയുന്നതിനുള്ള മഹത്വം. പറ്റിയത് തെറ്റായി പോയി എന്ന്, പരാമർശം മോശമായി പോയി എന്ന് ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ച ശ്രീ ഹരിഹരന്റെ രീതിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അതിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. CPM-ഉം DYFI-യും അതുപോലെ മഹിളാ സംഘടനകളും ഒക്കെ നിയമ നടപടിക്ക് നീങ്ങുകയാണ്. അവർ ആദ്യം അങ്ങനെ നിയമ നടപടിക്ക് നീങ്ങുകയാണെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത് ശ്രീ KK രമയെ കുറിച്ച് മോശം പരാമർശം നടത്തിയ ആളുകൾ ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും തയ്യാറാവാൻ അവർ പറയണം. ഒന്ന്, വടകരയിലെ സ്ത്രീകളെ മുഴുവൻ വെണ്ണപ്പാളികൾ എന്ന് വിശേഷിപ്പിച്ച് ജയരാജന്റെ പറഞ്ഞത് ഖേദമെങ്കിലും പ്രകടിപ്പിക്കണം. എന്നിട്ട് വേണം ഇതിനെതിരെ നിയമ നടപടിയുമായി DYFI CPM പോകാനാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കോൺഗ്രസിന്റെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു RMPക്ക് മേൽ. ഈ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ഖേദപ്രകടനം നടത്തണം, അല്ലെങ്കിൽ KK രമ ഇത് തള്ളിക്കളയണം എന്നൊക്കെ കോൺഗ്രസോ UDFോ RMPയോട് ആവശ്യപ്പെട്ടിരുന്നു. 100% ഈ പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് VD സതീശനും സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും സംഘാടകരായ ഞങ്ങളും RMP നേതാവായ N വേണുമായി ഇത് ഈ ആശങ്ക പങ്കുവെക്കുകയും N വേണു ഹരിഹരനോട് സംസാരിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഖേദപ്രകടനം നടത്തിയത്. അദ്ദേഹം അപ്പോഴാണ് ശ്രദ്ധിച്ചത്. ബോധപൂർവം പറഞ്ഞതല്ല പാവം ഹരിഹരൻ. അദ്ദേഹത്തിന്റെ വായിൽ നിന്നൊരു സ്ലിപ്പ് ഓഫ് ടങ് ആണ്. അത് അദ്ദേഹം ഉൾക്കൊണ്ടു. അത് പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളുകയും സ്വയം ബോധ്യപ്പെടുകയും സ്വന്തം മനസ്സിന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം പോച്ചിട്ടത് ഖേദം പഠിപ്പിച്ചുകൊണ്ട്.
RMBയുടെ ആഭ്യന്തര കാര്യമാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. കെ രമ വ്യക്തമാക്കുന്നുണ്ട്. എന്തെങ്കിലും നടപടി അല്ലെങ്കിൽ നിയമ നടപടിയുമായി CPM മറ്റോ മുന്നോട്ട് പോയാൽ അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്ന് അവർ തീരുമാനിക്കുമെന്നൊക്കെ. എന്തായാലും ഈ പാർട്ടി തലത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ഒരുപക്ഷെ കോൺഗ്രസ് അത്തരത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ, UDF ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഹരിഹരനെതിരെ അവരുടെ പാർട്ടി എന്തെങ്കിലും നടപടി എടുക്കണമെന്നുള്ളത്? ഇല്ല അതങ്ങനെ ഖേദം പ്രകടിപ്പിക്കുന്നത് മാത്രമേ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. നടപടി എടുക്കണമെന്നൊന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല, ആവശ്യപ്പെടുന്നുമില്ല. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് മോശം തന്നെ, ഇത് ഗൗരവമുള്ളത് തന്നെ, ഇത് പാടില്ലാത്ത തന്നെ. അതേപോലെ തന്നെ ഈ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ ആളുകൾ ഖേദപ്രകടനം പോലും നടത്താത്ത നാടാണ് വടകര എന്നുകൂടി വേണം കൂട്ടി വായിക്കാൻ. അവരാണ് ഇപ്പോൾ നേടോടിക്കുന്നത്. അവർക്ക് എന്ത് ധാർമ്മികതയുള്ളത് CPM ഇക്കാര്യത്തില്? വെണ്ണപ്പാളിയിൽ തന്നെ ജയരാജൻ പറഞ്ഞത് തിരുത്തി പറഞ്ഞോ? പാവം KK രമയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ആസ്ഥാന വിധവ എന്ന് പറഞ്ഞവരാ ആക്ഷേപിച്ചതേ. അതിനെക്കുറിച്ചൊക്കെ ഒരു ഖേദപ്രകടനം നടത്തിയിട്ട് മതി ഇതിനെതിരെയുള്ള നിയമ നടപടി എനിക്ക് അവരോട് പറയാനുള്ളത്. പക്ഷെ ഞങ്ങളുടെ ഭാഗം തെറ്റായി പോയി എന്ന് ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു. അത് കേരളീയ സമൂഹം ഉൾക്കൊള്ളുമെന്ന ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്തായാലും CPM ഒരു ആയുധം കിട്ടി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാര്യം അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നുണ്ടോ ഇനിയെങ്കിലും? ഒരിക്കലും ഒരു ആയുധമായിട്ട് CPM എടുക്കാൻ പറ്റില്ല. CPM ഇത് ആയുധമാക്കി എടുത്താൽ ആയുധം അവരെ തന്നെ തിരിഞ്ഞുകുത്തും. കാരണം ഞങ്ങളുടെ വേദിയിലുണ്ടായ വാളിച്ച ഞങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞ് ഞങ്ങൾ തന്നെ ഖേദപ്രകടനം നടത്തി ഞങ്ങൾ ക്ഷമാപണം നടത്തിയാൽ അത് ഉൾക്കൊള്ളാനുള്ള വിശാലതയുള്ളതാണ് വടകരയിലെ പൊതുസമൂഹവും കേരളത്തിലെ പൊതുസമൂഹവും. അതുകൊണ്ട് ശരി.